ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു നബി തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്വകാര്യം ഹുദൈഫ തങ്ങൾ അഭിമാനത്തോടെ പറയാറുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് നബി തങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ, വരാൻ പോകുന്നവർ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് നബി തങ്ങൾ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, പറഞ്ഞുതരൂല എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് മഹാനായ ഉമർ എന്നവർ മെല്ലെ ചോദിച്ചിട്ടുണ്ട്, ഹുദൈഫ ഖലീഫയാണ് അന്ന് ഉമർ റളിയല്ലാഹു. അപ്പോൾ ആ ഒരു അധികാരത്തെ ചോദിക്കാമല്ലോ. മന്ത്രിയാകുമ്പോൾ ഒരു പവർ, മന്ത്രി പദം പോയാൽ വേറെ പവറുമാണല്ലോ. ഇത് ഉമർ റളിയല്ലാഹു ഖലീഫയാണ്. ആ പവർ ഉപയോഗിച്ചിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, ഹുദൈഫ നിങ്ങൾ പറയൂല എന്നൊക്കെ പറഞ്ഞ് ശരി തന്നെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയൊരു ഉത്തരം തന്നാൽ മതി. ആ മുനാഫിക്കീങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ എന്നുണ്ടോ ഹുദൈഫ? അത് മാത്രം ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. കുറേ നേരം തല താഴ്ത്തുന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലില്ല, ഇനി ആരും എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഉണ്ടോ ഇല്ലയെന്ന് പോലും ഞാൻ പറഞ്ഞു തരില്ല, ഉമർ എന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പേര് അതിലില്ല. യാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹുവിന് നമ്മളെക്കാളും എത്ര ഹബീബിനെ സ്നേഹിച്ച ആളാണെന്നറിയോ? ഉമർ തങ്ങൾ ഒരിക്കൽ തങ്ങളോട് പറഞ്ഞില്ലേ, നബി എനിക്ക് അങ്ങേ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ അങ്ങാണ്, എൻ്റെ മക്കളോ ഭാര്യ കുട്ടികളോ ഒന്നുമല്ല, എൻ്റെ മാതാപിതാക്കളുമല്ല, അങ്ങാണ് നബിയെ, എൻ്റെ തടി കഴിഞ്ഞ പറ്റില്ല ഉമറേ, നിങ്ങളുടെ ശരീരത്തിനു മുമ്പേ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ഞാനാവണം ആദ്യം, എന്നാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചേ നിന്നു. ഉമർ റളിയല്ലാഹു സത്യസന്ധനായിരുന്നു. സോപ്പിടാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയാം, എന്നെക്കാളും അങ്ങേ തന്നെയാണ് ഇഷ്ടം, അത് പറഞ്ഞില്ല, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു, എൻ്റെ തടി കഴിഞ്ഞാൽ നിങ്ങളാ നബിയെ. തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, പോരാ. കുറച്ചു നേരം നിന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ അൽ ആന അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ, ഇപ്പോഴാണ് ഉമറേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്. ആ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുകയാണ്, കപടവിശ്വാസിയായി പോയിട്ടുണ്ടോ ഞാൻ? എനിക്ക് പേടിയാവുന്നു ഹുദൈഫ, എൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന്. അപ്പം നമ്മളൊക്കെ എത്ര പേടിക്കണം പടച്ചോനെ, നമ്മളെത്ര ഭയപ്പെടണം.